दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगल तेरा साथ ना छोड़ेंगे. ദൈവത്തിന്റെ നാട് നാടിന് മൊത്തം കേട് ഈ ധാരാണ്ടിന്റെ മേട് ഹൊയ് ഹൊയ്. കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം കൊല്ല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും കൊഞ്ചലുമായി നാടിനൊരു 40 വട്ടം നാടും നഗരവും ചുറ്റിപ്പായണ് ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. അതെ, 10ാം വാർഡിലെ പൊട്ടക്കുളം നിർമ്മാണത്തിന് അലൗട്ട് ചെയ്ത 5 ലക്ഷം രൂപ ഇപ്പൊ പ്രസിഡന്റ് മുഖേന പ്രതിപക്ഷം പറയുന്നത്. ആ കാശ് കൊണ്ടാണ് തമിഴ്നാട്ടിൽ 10 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. കനാൽ ഫണ്ട് നിർമ്മാണത്തിൽ നിന്നും വൻതുക കമ്മീഷൻ വാങ്ങിയെന്നും പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിയാ. അവരെന്ത് വേണേ പാടി നടന്നോട്ടെ, നിങ്ങളായിട്ട് അതിന് എരിവും പുളിയൊന്നും ചേർക്കായിരുന്നാ മതി. അയ്യേ, അതെന്നാ ഇന്ദിരാണി ചേച്ചി അങ്ങനെ വർത്താനം പറഞ്ഞത്? ഇന്ദിരാണി ചേച്ചി ഈ ദേശമംഗലം പഞ്ചായത്ത് മുഴുവൻ എഴുതി വിറ്റാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അല്ലേ സിപി? പിന്നല്ലാതെ. പിന്നെ അതിന്റെ ഗുണം ഞങ്ങൾക്കും കിട്ടണം, അത്രേ ഉള്ളൂ. അതെ. ആ പ്രഭാര, നിന്ന് കളിക്കാതെ മുഴുവൻ ചെടിയും നനച്ചേ. അതെ, കാര്യം ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ളച്ചേട്ടനാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ദിരാണി ചേച്ചിയാണെന്ന് ഇവിടെ ആർക്കാ അറിയാൻ പാടില്ലാത്തത്? അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞ പോലെ. ആ കൊണത്താപ്പള്ളി, മോളെ കാണാൻ ഒരു കൂട്ടർ വരുമെന്ന് പറഞ്ഞല്ലോ. അവര് കറക്റ്റ് ടൈമിന് വരുമല്ലോ. ഈ കൊണത്താപ്പള്ളി നേരിട്ട് പോയി അവരെ വിളിച്ചോണ്ട് വരും. പിന്നെ കല്യാണം ഈ പഞ്ചായത്ത് ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം. ഇനിയുണ്ട് 1-2 വികസന പദ്ധതികൾ കൂടി. അപ്പൊ കാശിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല. അതാണ് എന്റെ പ്രതീക്ഷ. പ്രഭാര, ചായ എടുത്തു വെച്ചേ. ചായ കുടിച്ചിട്ട് വാ. അപ്പൊ നിങ്ങൾ ഇറങ്ങുമല്ലേ? വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടുകയല്ല. എന്നാ വേറൊരു കാര്യം പറഞ്ഞതാ. പ്രഭാരം ചേട്ടോ, വല്ല പരിചയമുണ്ടോ? മനസ്സിലായി. ഞാൻ 8ാം വാർഡ് മണ്ഡല സെക്രട്ടറി കൊണത്താപ്പള്ളി വർഗീസ്. ഇത് 8ാം വാർഡ് മെമ്പർ. അതാണ് നല്ല മുഖപരിചയം. നല്ല പ്രസിഡന്റ്. ഞാൻ സത്യപ്രതിജ്ഞ കണ്ടതുകൊണ്ടാണ് ഈ പ്രശ്നം. എന്തൊരു ഓർമ്മശക്തി. കാര്യങ്ങളൊക്കെ എന്റെ വൈഫ് ഇന്ദ്രാണി നോക്കി നടത്തണോണ്ട് ഞാൻ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാറില്ല. അറിയാം, ചേട്ടനെ ഒപ്പിടാൻ മാത്രല്ലേ ചെല്ലാറുള്ളു. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇയാൾക്ക് വല്ല സീരിയലിൽ നായകനായിട്ട് അഭിനയിക്കാൻ പാടില്ല. നട്ടലില്ലാത്ത സാധനം, പെങ്കോന്തൻ. താവാടോ. രഹസ്യഭാഗം ചൂണ്ടിക്കാട്ടി പോരുന്നോ എന്ന് MP ചോദിച്ചു. ദൈവമേ, ഇത് പത്രം തന്നെയല്ലേ? അതേലോ. തന്നെ 42 പേർ ചെന്ന് ബലാത്സംഗം ചെയ്ത കാര്യം പറഞ്ഞിട്ടും ആദ്യത്തെ ഭാഗം മാത്രമേ കേട്ടുള്ളൂവെന്ന് മജിസ്ട്രേറ്റ്. അതിപ്പോ ആ സാറിന് മാത്രം കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ ഈ വെടിക്കെട്ടൊക്കെ കേൾക്കാൻ പോകുമ്പോഴേ ആദ്യത്തെ 1-2 കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെവിടടിച്ചു പോവും. പിന്നെ ഒരു പുകയും കുറച്ച് എരമ്പലും മാത്രം. പുള്ളിയും മനുഷ്യനല്ലേ, പിടിച്ചേക്കാൻ പറ്റുമോ? ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് പിടിച്ചേക്കാൻ പറ്റണല്ലോ. പിന്നീട് മജിസ്ട്രേറ്റിന്. നിങ്ങൾ എവിടത്തെ വെടിക്കെട്ടിന്റെ കേസ് പറയണത്? എടവ ഈ പത്രം തുറന്നാലും TV തുറന്നാലും വെടിക്കെട്ടല്ലേ, സോളാർ മയം. പാവം പെങ്കൊച്ച് അതിനെ കാണുമായിരുന്നെങ്കിലേ ഒരു ശത്രുസംഹാര പൂജ ചെയ്ത് ഒരു ചരടി ജപിച്ച് അരയെ കെട്ടി കൊടുക്കാൻ. അങ്ങനെ ചെല്ലു ജപിച്ചു കെട്ടാൻ. ജപിച്ചു കെട്ടിയോനെ ഇപ്പൊ തെക്കോട്ടും വടക്കോട്ടും ഓടി നടക്കണത്. അതല്ലടാ, ഈ മുട്ട കൊണ്ട് ചെറിയ പരിപാടിയുണ്ട്, അതാ ഉദ്ദേശിച്ചത്. അല്ല, കണ്ട്രാവിക്ക് പതിവ് ഉറക്കൊന്നുമില്ലേ? ഇതൊക്കെ വായിച്ചാ പിന്നെ എങ്ങനെ ഉറങ്ങാനാണ്? അത് ശരിയാ. പിന്നെ പുതിയൊരു കാര്യം അറിഞ്ഞ? എന്തോ? നമ്മുടെ ഡാൻസ് സ്കൂളിൽ പുതിയൊരു ടീച്ചർ വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ സുമതി ടീച്ചർ? അവർക്കൊക്കെ പ്രായമായില്ലേ. ഇത് കിടിലം പീസാണെന്നാ പറഞ്ഞത്. ആണാ? നീ കണ്ട? ഞാൻ കണ്ടില്ല, നമ്മുടെ മറിയച്ചി എടുത്ത് പറഞ്ഞതാ. എന്തിനാ കാണുന്നത്? എനിക്കിഷ്ടായി. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അതി കയറി മുട്ടാൻ നിൽക്കരുത്. കാണാതെ നീ അങ്ങോട്ട് തീരുമാനിച്ച? തീരുമാനിച്ച്. നേരിട്ട് കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ
ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞു. സുന്ദരിയ, പേര് കേട്ടാലേ അറിയാം. കലാമണ്ഡലം രാധ. രവേ, ഈ കലാമണ്ഡലം എന്നുള്ളത് ആ പെണ്ണിന്റെ വീട്ടുപേരാണോ? അയ്യോ, അവളുടെ ഭർത്താവിന്റെ പേരാണ്. എന്റെ പൊന്നോ, അത് അവര് പഠിച്ച സ്കൂളിന്റെ പേരാണ്. ആണോ? ആ, എന്നാൽ എന്നെ ഇന്നു മുതൽ കോര മെമ്മോറിയൽ മണിയനാശാൻ എന്ന് വിളിച്ചാൽ മതി. അതെന്താ? ഞാൻ പഠിച്ച സ്കൂളിന്റെ പേരാ. എന്റെ ആശാനെ ആശാന സോളാർ കഥ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ബുദ്ധിമുട്ടിക്കല്ലേ. രാധ, കലാമണ്ഡലം രാധ, രാജപ്പനും രാധയും. നല്ല ചേർച്ചയുണ്ടല്ലേ? നല്ല ചേർച്ചയുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയില്ലേ, അതിന്റെ പേര് പോലുണ്ട്. എഴുതിട്ട് പോയാ എന്താ ആശാനെ ഇടങ്കോലും ഒക്കെ അല്ലേട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്ലോ മോഷനിൽ ഒരു പോക്കുണ്ട്. ദാ ഇങ്ങനെ കൊക്കുമുണ്ടി പോകുന്ന പോലെ. എടാ, എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോണില്ല. അല്ല, ഈ വണ്ടിയും കൊണ്ടാണോ പോകുന്നത്? പോണില്ല. എടാ, വണ്ടി ഓട്ടം പോണില്ലെന്ന്. അത് പോണ്ട്. അല്ല, വണ്ടി പോണില്ലേ? എന്നാ പോകാൻ നോക്കടാ. അല്ല, പോലെ 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 പോലെ. ആ ചടങ്ങ് നിർത്തിയേക്കാം. ഇങ്ങ തന്നേരി. അല്ല, മുതലാളിയല്ലേ ഇങ്ങോട്ട് വരേണ്ടത്? അതല്ല, എന്നെ സെമിത്തേരിയിലേക്ക് എടുക്കുമ്പോ ഒഴിയിട്ട് പോകുന്ന സാധനം. ഓക്കേ, ഇതൊക്കെ ചോദിക്കണ്ടേ? ഓ, ഒരെണ്ണം കൂടി. അയ്യോ, ഒന്നും മിസ്സാക്കല്ലേ. ഇതാ പിടിച്ചോ. സന്തോഷമല്ല. എടാ, നോക്കി നിൽക്കാതെ പോയി വണ്ടി അതെ എടുത്തു മുതലാളി. മാറു മുതലാളി, ഇതന്നെ കബഡി കളിക്കുന്നു. പോടാ. ആ, വെട്ടിക്കെട്ടുക്കല്ലേ? 750. ശശി, എടാ, ഒരു കിടിലം പീസ് ഇത് കൈ കാണിക്കണം. ശരിയാണല്ലോ, ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഏതായാലും ദേശമംഗലം കാര്യല്ല. നീ ബെല്ലോട്. ഇത് സാധനം വേറെയാടാ. തനിക്ക് തട്ടാതെ മുട്ടാതെ ഒതുങ്ങിന്നൂടെ കള്ള? ഇയാളെന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ? ടിക്കറ്റ്സ് പറ. ഒരു കൃഷ്ണപുരം. വാട്ട് ഈസ് യുവർ നെയിം? ഓ, ഇംഗ്ലീഷ് അറിയില്ല അല്ലേ? എന്താ പേരെന്ന്? എന്തിനാ? ആളൊരു സുന്ദരനായതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അത്ര ഡെമ്പാണെ പറയണ്ട, ഞാൻ സുന്ദരാന്ന് വിളിച്ചോളാം. അയ്യോ വേണ്ട, എന്റെ പേര് സാംകുമാർ. ഓ, കൊള്ളാലോ. എന്താ പേര്? രാധ, രാധാകൃഷ്ണൻ, കലാമണ്ഡലം രാധാകൃഷ്ണൻ. ഞാനിവിടെ കുട്ടികളെ പുതിയതായി ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാ. ഡാൻസ് ടീച്ചർ? അതേന്ന്. എടാ രാജപ്പ, ദേ നിക്കണ് നിന്റെ രാധ, കലാമണ്ഡലം രാധ. അയ്യോ അല്ല, രാധ രാജപ്പൻ. മണിയാശാരേ, ദേ നമ്മുടെ രാജപ്പന്റെ രാധ കേറിയിട്ടുണ്ട്. വേണ്ടാട്ടോ. എന്താ എടാ, നീ പോണില്ലേടാ? എവിടെടാ? ഓ, സ്ലോ മോഷനിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട്. ശശി, ഒരാൾക്ക് ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റും എന്ന് ശവത്തെ കയറി കുത്തല്ലേട്ടോ. എന്തൊക്കെയായിരുന്നു? രാധ രാജപ്പൻ, ഐശ്വര്യ റായ് സ്ലോ മോഷൻ, അവസാനം രാജപ്പൻ ഞാനായി. നീയായിരുന്നു? ആ, ശശിയായെന്ന്. മണിയാശാരേ, നമ്മുടെ സ്വന്തം രാധാ രാജപ്പൻ. തനിക്ക് ഡാൻസ് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട, നീ ആ മണിയടിക്കുന്ന രാജപ്പനെ പഠിപ്പിച്ചാ മതി. മുട്ടിയപ്പോ തന്നെ മനസ്സിലായില്ലേ? ഏയ്, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. എല്ലാരും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയണത്. ഒന്ന് പോടാ. ആ, ടിക്കറ്റ്സ് പറ. ഹലോ. അയ്യോ, എടോ, ഡാൻസ് പഠിക്കണം. ശശി, നീ ചക്കനെ വിളിക്കണട്ടാ. രാധാ രാജപ്പ, ഇങ്ങോട്ട് പോര്. അതെ, ഇയാൾക്ക് എവിടെ ഇറങ്ങണം? കൃഷ്ണപുരം. എന്റെ മണിനാശന ആ കൃഷ്ണപുരത്തേക്ക് ഒരു ഷോർട്ട് കട്ടില്ലേ, പെട്ടെന്ന് വിട്ട് ചെക്കൻ അവിടെ ഇറക്കി വിട്ടെ, വേഗം ആവട്ടെ. അതെ, കൃഷ്ണപുരത്തുമ്പൊന്ന് പറയണട്ടോ. ഞാൻ പറഞ്ഞോളൂ, ഇയാൾ അങ്ങോട്ട് നീങ്ങിക്ക്. എന്റെ മണിനാശനെ നിന്ന് താളം ചവിട്ടാട്ട് അങ്ങോട്ട് ചവിട്ടി വിടാൻ. എന്ത് ദൈവമേ, പുലിവാലി പിടിച്ചുപോയി. കൃഷ്ണപുരം, കൃഷ്ണപുരം, കൃഷ്ണപുരം. ആ വണ്ടി നിർത്ത്, ആളെ ഇറക്കണം. കോട്ടെ സുന്ദര. ആ, വേട്ടെ വേട്ടെ വേട്ടെ. ഹലോ, നാളെ കാണാട്ടോ. നാളെ ഇനി മേലാൽ ഈ വണ്ടിക്കകത്ത് കയറി നിന്റെ മുട്ടിന്റെ ചിരട്ടയാൻ പൊട്ടിക്കും. പിന്നെ നിന്ന് ചെടുക്കാതെ പോടാ. അല്ല, രാധയുടെ കൂടെ പോണില്ലേ രാജപ്പ? ബുദ്ധിമുട്ടാണ്, ഇയാൾ അങ്ങോട്ട് പോടോ. എന്നല്ലല്ലോ, നിന്നല്ലേ വിളിച്ചു. നിന്ന് തമാശ കളിക്കാണ് കയറി. എന്നാ മാച്ചേട്ടാ. സ്ലോ മോഷൻ പോണോ സ്പീഡിൽ പോണോ? പണി തരുവേ. വണ്ടി എടുക്കണോ? രാജപ്പാതെ വിടണ്ട്, വിടാണ്ട് പിടിച്ചോ. ഹലോ, അതെ വന്നോണ്ടിരിക്കുക. ആ, ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോരാന്നേ. ഓക്കെ നേതാവേ, എന്തോ തടഞ്ഞ മട്ടം ഉണ്ടല്ലോ. ഒരു വട്ടപ്പാറ. അപ്പൊ ഇത് കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. എന്താ, കല്യാണാലോചന അതോ സ്ഥലക്കച്ചവടോ? അല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് ഒന്നല്ലെങ്കിൽ കല്യാണാലോചന അല്ലെങ്കിൽ സ്ഥലക്കച്ചവടം.
കല്യാണാലോചന തന്നെ. കണ്ട ആപ്പൂപ്പൊക്കൊന്നുമല്ല, നമ്മുടെ പ്രസിഡന്റിന്റെ മകൾ കുസുമത്തിന്. എന്താടാ കുസുമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്കൊരു ഗ്ലാന്യം? പയ്യൻ വലിയ വ്യവസായിയാ. വ്യവസായം എന്ന് പറഞ്ഞാൽ അംബാനിയുടെ അത്ര ഒന്നും വരത്തില്ലല്ലോ. നീ കളിയാക്കണ്ട, ഏതാനൊരു കൊച്ചമ്പാനി തന്നെ. സ്വന്തമായിട്ട് കാറ്, ബംഗ്ലാവ്, ജുവലറി, പോരാത്തതിന് 5 ബസ്സും. അതിലൊരു ബസ് ഈ റൂട്ടിൽ ഓടിക്കാൻ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ കുസുമത്തിന് വേണ്ടി ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ചന്ദ്രിക സോപ്പിട്ടങ്ങ് കുളിച്ചേര്. മണിയെ തൂങ്ങി ഫ്രണ്ടിലൊരുത്ത നിപ്പുണ്ടല്ല രായപ്പൻ, അവനാട് കൂടി പറഞ്ഞേക്ക് ആ വായി നോക്കിയോട്. അതെ, ബാക്കി കിട്ടിയില്ല. ചില്ലറ ഇല്ല, തരാം. തരണം. ഇതൊരു സ്ഥിരം പതിവാക്കരുത്. എടാ രായപ്പ, നീ വൃത്തികെട്ടം പറഞ്ഞ കേട്ടാ. കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ വല്ല പൊട്ടനാണ്? അത് കേട്ട് ചങ്ക് തകർന്നിരിക്കണേ. അതിന് നിന്റെ ചങ്ക തകരണം എന്തിനാണ്? അവൾ എന്റെ കാമുകിയല്ലേ? എന്നവള് കൺട്രാവിനോട് പറഞ്ഞില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. അവള് നമ്മളിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നവരെ ആരെ സ്വന്തം പറയാൻ നിൽക്കണ്ട. ഓക്കെ സമ്മതിച്ച്. ആ പ്രശ്നം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എങ്കിലേ നമ്മൾക്ക് ഒരാൾ അവളെ കെട്ടാൻ പറ്റുള്ളൂ. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയോ. അതെന്താ? ആ പെണ്ണുകാണൽ എങ്ങനെയെങ്കിലും മുടക്കണം. അതെങ്ങനെ? ഈ കൊണത്താപ്പള്ളി എന്ന് പറഞ്ഞ സാധനം അവിടെ ചെന്നാലല്ലേ അവരെ കൂട്ടിക്കൊണ്ട് വരുള്ളൂ. അവരെ കൂട്ടിക്കൊണ്ട് പോയാലല്ലേ പെണ്ണുകാണൽ നടക്കുള്ളൂ. കൊണത്താപ്പള്ളി അവിടെ എത്തരുത്. കൊന്നാലോ? കൊല്ലാനാ? ആര് കൊല്ലും? കൺട്രാവി കൊല്ലണം. മനസ്സിലായി. ഞാൻ അവനെ തട്ടി ജയിലിൽ പോയിട്ട് വേണം നിനക്ക് ലവളയും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. മാച്ചു കളഞ്ഞേക്ക്. അതൊന്നും വേണ്ട, വേറെ മാർഗം ആലോചിക്കാം. അതെ, ബാലൻസ് കിട്ടിയില്ല. ആ കമ്പിയെ മുറുക്ക പിടിച്ചിരി, ബാലൻസ് കിട്ടും. ബാലൻസ് കാശ് കിട്ടിയില്ലെന്ന്. തരണം. അതെ, ഓ എനിക്കും ബാലൻസ് കാശ് കിട്ടിയില്ല. എന്റെ ചേച്ചി തരാൻ പെടക്കാതെ മനുഷ്യനിവിടെ തീ തിന്ന് നിൽക്കാണ്. കൺട്രാവി ആ ചേച്ചിനറിയോ? അറിയില്ല. പ്രസ്ഥാനമാണ്. എങ്ങനെ സംഭവോടെന്ന് ആണോ? ഒരു പണിയുണ്ട്. എന്ത് പണി? ആ ചേച്ചി വട്ടപ്പാറക്കല്ലേ ടിക്കറ്റ് ഉണ്ട്? അതെ, കൊടത്താപ്പള്ളിയാ. വട്ടപ്പാറയ്ക്ക്. ഓ, ദൈവത്തിന്റെ ഓരോരോ കളിയേ. അപ്പൊ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവും. നീ എന്തൊക്കെയാണ് ഈ പറയണത്? കൺട്രാവി ആ ചേച്ചിയുടെ ബാലൻസ് കൂടി കൂട്ടി കൊടത്താപ്പള്ളിക്ക് കൊടുത്തേ. എന്നിട്ട് ചേഞ്ച് മാറി കൊടത്താപ്പള്ളിനോട് ചേച്ചിക്ക് കൊടുത്തേക്കാൻ പറ. ആ ചേച്ചിക്ക് എത്ര രൂപ ബാലൻസ് കൊടുക്കാനുണ്ട്? 60 രൂപ. 50 രൂപ കൊടുത്താ മതി. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കേണ്ടി വരില്ല. അയാള് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടിക്കോളും. നമ്മുടെ ഒരു ബുദ്ധി. നമ്മുടെ അല്ല, എന്റെ ബുദ്ധി. വെറുതെ ആണോ ഞാൻ പാഷാണ സാഞ്ചിയുടെ കൂട്ടുകാരനായത്? ചേച്ചി, ചേഞ്ച് ഇല്ല. ദാ പുള്ളിക്കാരനിൽ ഞാൻ പൈസ ഏൽപ്പിച്ചോളാം. വട്ടപ്പാറ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ ചേച്ചി കിട്ടാനുള്ള ബാലൻസ് കൂടി ആ പുള്ളിക്കാരനെ പോയി മേടിച്ചോട്ടോ. അതെ, ചേഞ്ച് ഇല്ല. ഒരു കാര്യം ചെയ്യും, ആ വട്ടപ്പാറ ഇറങ്ങുമ്പോ ആ ചേച്ചിക്ക് ഒരു 50 രൂപ കൊടുത്തരും. അയ്യോ, എനിക്ക് സമയമില്ല. ചെക്കനെ കൊണ്ട് പെട്ടെന്ന് വരണം. അങ്ങനെ പറയല്ലേ. നിങ്ങളല്ലേ നാളത്തെ ഭരണയന്ത്രം തിരിക്കേണ്ടവര്. നിങ്ങളെപ്പോലുള്ളവരിലാണ് ഞങ്ങൾ ജനങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇതാ നേതാവായുള്ള കുഴപ്പം. ഞാൻ ഏറ്റു. അതെ, ബാലൻസ് എന്റെ അടുത്തുണ്ട്, ഞാൻ തരാം. കൊടുത്തിട്ടുണ്ടേ. നീ ഇനി വട്ടപ്പാറയിലൊക്കെ ഇറങ്ങിട്ട് എപ്പോ വരാനടാവേ? വട്ടപ്പാറ മണ്ഡലം കമ്മിറ്റി ചെന്ന് ഒന്ന് തന്നെ കാണിക്കുക, എന്നിട്ട് അപ്പൊ തന്നെ തല കാണിക്കാനാണെങ്കിൽ നിന്റെ ഒരു ഫോട്ടോ കൊടുത്താ പോരെ? എന്റെ പിള്ളച്ചേട്ടാ, ഞാൻ വന്നോളാം. ഉറപ്പാണോ? വരും. എന്റെ ദൈവമേ, തല കാണിക്കാൻ ഈ തല ഉണ്ടായാ മതിയായിരുന്നു. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. വട്ടപ്പാറ 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 വട്ടപ്പാറ. ഇറങ്ങാനുള്ളവരൊക്കെ അടുത്തടുത്തേക്ക് വേഗം ആവട്ടെ. ഒന്ന് ഒതുങ്ങി നില്ലടേ. ചേട്ടാ, ഒരു 100 രൂപയുടെ ചേഞ്ച് ഉണ്ടാകുമോ? ഇത് പിടിച്ചേ, 100 ഉണ്ടാന്ന് നോക്കിയേ. 50 രൂപ. ബാക്കിയാ? എന്ത് ബാക്കി? 50 രൂപയാണ് പറഞ്ഞത്. ബാക്കി 10 രൂപ. 50 രൂപയാണ് പറഞ്ഞത്. 50 രൂപ. 60 രൂപയെ പറഞ്ഞേ. 60? 50 രൂപ. 60 പറഞ്ഞ 60. പരിമളോട്ടാരോ വഴക്കുണ്ടാക്കുന്നു. അതെ അതെ, അത് പിന്നെ പതിവുള്ളതല്ലേ. കൊണ്ടുപോകുമ്പോ അതെ തിരിച്ചു വരുമ്പോ കണക്കുണ്ടോ? അയ്യെ തർക്കിക്കല്ല, 50 രൂപയാണ് പറഞ്ഞത്. നമുക്കൊന്ന് ഇടപെട്ട് നോക്കാം. അയ്യെ പറഞ്ഞുറപ്പിച്ചത് 50 രൂപയല്ലേ? ആ 50 രൂപയുണ്ട്. അതെനിക്കറിയണ്ട, എനിക്ക് 10 രൂപ കൂടി തന്നേ പറ്റൂ.
കളിക്കാതെ കാശ് എടുക്കൂ. 50 രൂപയാണ് പറഞ്ഞത്. 50 രൂപ കൊടുത്ത് ഇപ്പൊ 10 രൂപ കൂടെ വേണോ? എന്റെ സഹോദര, എനിക്ക് 60 രൂപ ബാലൻസ് തന്നെ. താ പിന്നെ ഏറ്റെന്തിനാടോ പറ, എന്തിനാ ഏറ്റേ? എന്തിടപാടോ ഇത്? 10 രൂപ കൊണ്ട് ആരെങ്കിലും ഈ കഞ്ഞിത്തരം കാണിക്കോടോ? 10 രൂപ ആ കാശം കൊടുക്കണോ? അയ്യ 50 രൂപയാണ് പറഞ്ഞത്. പറഞ്ഞ കാശ് കൊടുക്കണോ? കളിക്കാതെ കാശ് എടുക്കടോ. ഏത് കാശ്? 50 രൂപ ഞാൻ തന്നില്ലേ? അല്ല, താൻ എനിക്ക് കാശ് കൊടുക്കണോ? ഇതിൽ കൂടുതൽ 10 പൈസ ഞാൻ തരികയില്ല. അയ്യോ അയ്യോ, ഇവിടെ ബില്ലുകൾ ഉണ്ടാക്കി മുതലാളിക്ക് കൊടുക്കും. എന്നാലേ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മുതലാളി നടക്കൂല. ഇതെന്ത് പറ്റിയേട്ടാ? ഒന്നും പറയണ്ട. നീയൊക്കെ കെട്ടിയൊരുക്കി ബാലൻസ് കൊടുക്കാൻ ഒരുത്തി എന്റെ കൂടെ വിട്ടില്ലേ? അതിന് കിട്ടിയതാ. എന്തിനാണെന്ന് എനിക്ക് ഒരു പിടി കിട്ടണില്ല. ഇതിന്റെയൊക്കെ പിന്നെ നിന്റെയൊക്കെ കറുത്ത കൈകളാണെന്ന് എനിക്ക് സംശയമുണ്ട്. നേതാവ് എന്തായി പറയണത്? ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഏതായാലും കഷ്ടായി പോയി. ഒരു പെണ്ണിന്റെ കല്യാണാലോചന മാറിപ്പോയില്ലേ? ആര് പറഞ്ഞു മുടങ്ങിപ്പോയിന്ന്? അവരല്ലേ ദേ നിക്കണത്. എവിടെ? അവിടെയല്ല, ദാ ഇവിടെ. ദാ അവിടെ. ഇത് പെണ്ണ് കാണാൻ വന്നതാണോ അതോ വല്ല എഴുന്നള്ളത്തിനും വന്നതാണോ? ഇത് എത്രാമത്തെ അടി? ഓ, നിനക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നേ? ചുമ്മാ ഒരു രസം. പിന്നെ ഇതൊക്കെ ഒന്ന് ഉടുത്തു കാണാൻ ചെയ്യാലോ. കല്യാണത്തിന് തീരെ ഇഷ്ടമല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ വേണ്ടാന്നേ പറഞ്ഞു. പിന്നെ നിനക്ക് വട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എടി, വരണതൊരു കോടീശ്വരനാന്നാ കേട്ടെ. കാണാൻ ഷാറുഖ് ഖാനെ മാതിരിയും. ചെലപ്പോ ഞാനങ്ങ് വീണു പോയാലോ? ദേ, നിന്റെ ഷാരൂഖ് ഖാൻ വന്നെന്നാ തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. നോക്കാം. ഷാരൂഖ് ഖാൻ കലക്കി. ഇനി നീ വീണ് പോയാലും ആളെടുത്തോളും. പൊടി, അതല്ല സങ്കടം. ഞാൻ ഈ മേക്കപ്പ് ഇതൊക്കെ വെറുതെ പോയില്ലേ. അല്ലടി, ഇനി ഇത് മുടക്കാൻ നീ പഴയ ഈരാളി കഥ തന്നെയാണോ പറയാൻ പോകുന്നത്? ആളെ കണ്ടാൽ അറിയാം, ഒരു പേടിത്തൊണ്ടനാ. ഈ ഈരാളിക്കഥ ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടും. നീ വാ, നമുക്ക് നോക്കാം. അപ്പൊ പ്രസിഡന്റ്, ഇതാണ് ചെറുക്കൻ, നമ്മുടെ ശേഖരപിള്ള ചേട്ടന്റെ അകത്ത് എന്തുവാ? ഇത് ഒരു ചെറുക്കനല്ല, ഇതൊരു 1.5 ചെറുക്കനായിട്ട് വരും. 6 മാസമായിട്ട് ഡയറ്റിംഗിലായിരുന്നു, എന്നിട്ടാണ് ഇങ്ങനെ അല്ല, ഇരിക്കുന്നത്. ഒരു സംശയം. നമ്മൾ ഈ കേറി വന്ന വഴിക്ക് ഇത്രയും വണ്ണമുള്ള ഒരു മരം നിൽക്കണ്ടല്ലോ, അത് ആഞ്ഞിലിയാണോ? അത് തേക്കാണ്. ഇത്ര ഹൈറ്റുള്ള ഇത്രയും പൊക്കമുള്ള ഈ വണ്ണമുള്ള തേക്കാണെന്ന്. ഈ തേക്കിന്റെ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? സുകുമാരന്റെ പെരപണി നടക്കുമല്ലേ, അവൻ എന്നോട് കുറച്ച് ഉരുപ്പുരി ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ മൊത്തം ഫർണിച്ചർ തീരും. തീരുവല്ല, കച്ചവടം ഉറപ്പിക്കാം. കൊടുക്കണ്ടെന്ന്. കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. നല്ല വില കിട്ടും. ഉറപ്പാണ്. ഒരു 50,000 രൂപ 50-നുള്ളതൊന്നുമില്ല. ഒരു 45-നാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് ഉറപ്പാണ്. 50-നുള്ള സാധനമില്ല, അമ്മാവൻ പറഞ്ഞാണ് കറക്റ്റ്. 45-ന് ഉറപ്പിക്കും. വന്നു കയറിയ മഹാലക്ഷ്മിനെ തട്ടിത്തെറിപ്പിച്ച് കളയണ്ട. 45-ന് ഉറപ്പിക്കും പ്രസിഡന്റ്. ഉറപ്പിക്കല്ലേ? പിന്നെ എന്നാ അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഒരു കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ച്. ഉറപ്പിക്കാൻ പറ്റേ? നമ്മള് പെണ്ണ് കാണാൻ വന്നല്ലേ, എനിക്ക് പെണ്ണിനെ കണ്ടേ. ഞങ്ങള് കണ്ടതല്ലേ? അതിന് ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ പോലെ ഇവന് കാണണ്ടാ. പിന്നെ അപ്പൊ നമുക്ക് പെണ്ണിനെ കാണാം. വിളിച്ചോ? അല്ല, ആ കിടക്കണ വണ്ടി ഏതാ മോഡല്? അത് 2012 മോഡലാ. പക്ഷെ വണ്ടി അത്ര കണ്ടീഷൻ അല്ല. കൊടുക്കണണ്ട? ആ വണ്ടിയാ. ഞാൻ ഏതും പിടിക്കും. എന്ത് പറയും? കൊടുക്ക്. എന്ത് വിലക്ക് കൊടുക്കും? അതായത് ഒരു 2.5 ഉറപ്പിക്കാം. ഓ, അത്രയൊന്നുമില്ല. പിന്നെ ഒരു 1.25-നാണെങ്കിൽ ഇപ്പൊ കച്ചവടം. അത് പറ്റൂല. 1.25 നടക്കണ കേസല്ല. 1.25 പോരെ? പറ്റൂല. എടാ, 3 കൊണ്ട മറിച്ചടിച്ചാ നമുക്ക് 2 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.25 ഉറപ്പിച്ച പ്രസിഡന്റ്. ഉറപ്പിക്കല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ കാര്യം ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ രണ്ടാമത്തെ കച്ചവടം ഉറപ്പിച്ചു. ഈ ഉറപ്പിക്കാൻ പറ്റേ? നമ്മള് പെണ്ണ് കാണാൻ വന്നല്ലേ, എനിക്ക് പെണ്ണിനെ കണ്ടേ. ഞങ്ങള് കണ്ടതല്ലേ? പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ ഇവന് പെണ്ണിനെ കാണണ്ടാവേ. അപ്പൊ നമുക്ക് പെണ്ണിനെ വിളിക്കാം. വിളിച്ചോ? വിളിച്ചോ? ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ പുഞ്ചിരി ട്രാവൽസ്.
കണ്ട എന്റെ മുറിച്ച മുറിയാണ് ഒരൊറ്റ മകളാണ്. ഇതാണ് പെണ്ണ്. നോക്കട്ടെ. ആ പറഞ്ഞ പോലെ ഇതാണല്ലോ പെണ്ണ്. നിന്നോടാ പറഞ്ഞ പെണ്ണ് വന്നേക്കണെന്ന്. ആ മോളെ തൊട്ടിരിക്കും. പോക്കോ പോക്കോ. എന്നാ പിന്നെ കഴിക്ക്. അങ്ങോട്ട് നീ. ആ കഴിക്ക്. നല്ല നാടൻ പഴവും. ഇവനെന്താ പഴത്തിനോട് വല്ല വൈരാഗ്യമുണ്ട്? എന്ത് വൃത്തിയാണ് ഈ കാണിക്കണത്? നീ ഇപ്പൊ ഒരു കഷ്ണം കഴിച്ചാ? ചേട്ടൻ ഒരു കഷ്ണം പഴം കഴിച്ചില്ലേ? താൻ ഒരു കഷ്ണം പഴം കഴിച്ചു. ബാക്കി ഇതിന്റെ അവകാശം ഞാനല്ലേ? അയ്യേ, പെണ്ണിന്റെ അച്ഛനല്ലേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാവോ? എന്താണ് പെണ്ണിന്റെ അച്ഛന് വിശപ്പും ദാഹമൊന്നും ഇല്ലേ? എന്റെ പ്രസിഡന്റ് ഇറക്കിയിട്ട് സംസാരിക്കാം. അവിടെ ഇതാണ് പെണ്ണിന്റെ അമ്മ. എനിക്ക് സംസാരിക്കണം. ചെറുക്കനൊന്ന് സംസാരിക്കണോന്ന്. പെണ്ണിന്റെ അമ്മേനോടാ? അമ്മേനോടല്ല, പെണ്ണിനോട് സംസാരിക്കണോന്ന്. എന്നാ അങ്ങ് ചെല്ലി. അങ്ങനെ ചെല്ലി അങ്ങോട്ട് അല്ലേ? എന്താണ് അങ്ങനെയല്ലേ സംഭവങ്ങൾ? അല്ലാണ്ട് നാട്ടുകാരനുസരിച്ച് ഇങ്ങോട്ടിരി, നമുക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കാം. കുസുമം, എന്നെ ഇഷ്ടമായോ? മലയൊക്കെ ഉണ്ട്. ഇത്രയും പരിഷ്കാരിയായ ഒരു ചേട്ടൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടമായി. ചേട്ടാ, എനിക്ക് വേണ്ടി എന്തും ചെയ്യോ? ചെയ്യും. എന്റെ ജീവൻ പോയാലും ഞാൻ ചെയ്യും. ഹോ, ഞാൻ എന്തൊരു ഭാഗ്യവതി. എനിക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരാളല്ലേ ദൈവം എനിക്ക് വേണ്ടി തന്നേക്കും. കൊല്ലാനോ? ഞാൻ ചേട്ടനോട് സത്യം പറയാം, ചേട്ടനാ ഇനി എന്നെ രക്ഷിക്കണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുസുമം. ഇവിടെ ഈരാളി എന്ന് പറഞ്ഞൊരു ഗുണ്ടുണ്ട്. 4 കൊലപാതകം, 8 വെട്ടുകേസ്, പിന്നെ തല്ല് കേസിന്റെ ആരെയും പറയേ വേണ്ട. ഈ ഈരാളിക്ക് എന്നെ കെട്ടണോന്നും പറഞ്ഞ് പിന്നാലെ നടക്കുക. പക്ഷെ എനിക്കിഷ്ടല്ല. എന്നെ പെണ്ണ് കണ്ട് മടങ്ങിയ ആരും ഇതുവരെ മര്യാദക്ക് വീട്ടിലെത്തിയിട്ടില്ല. ഒന്നുമില്ലേ കൈ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാലുണ്ടാവില്ല. അച്ഛനും അമ്മയും പേടിച്ചിട്ടാ ഇതൊന്നും പറയാത്ത. പക്ഷെ എനിക്കിപ്പോ പേടിയില്ല. എന്നെ രക്ഷിക്കാൻ ചങ്കൂറ്റവും ആരോഗ്യമുള്ളൊരു ചണക്കുട്ടനല്ലേ ദൈവം എനിക്ക് തന്നേക്കുന്നെ. ചേട്ടൻ ഈരാളിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. രക്ഷിക്കില്ലേ ചേട്ടാ? ആഹാ, യെസ്. ടങ്കടക്കട ടങ്കടക്കട ടങ്കടക്കട. ഇതെന്താ പ്രശ്നം? ഞാൻ എങ്ങനെ അറിയാനാണ്? താൻ ഇവിടുത്തെ പ്രസിഡന്റ് ആണോ? വെറുതെ പോകല്ലേ പോകല്ലേ. എന്താടാ എന്ത് പറ്റി? എന്തു പറ്റിന്നാ? താൻ എന്നെ ഈരാളിക്ക് കൊലക്ക് കൊടുക്കാൻ കൊണ്ടെന്നാണ്. ഈരാളി എന്റെ അമ്മോ പ്രസിഡന്റ്, എനിക്കൊരു കുഴി വെട്ടിയേക്ക്. ദൈവത്തിന്റെ നാട്, നാടിന് മൊത്തം കേട്, ഈ ധാരാണ്ടിന്റെ മേട്. ഹൊയ് ഹൊയ്, കഥയില്ല കഥ പലതും ചൊല്ലി പൊല്ലാപ്പിലതാക്കണ കൂട്ടം. കൊല ചെയ്യും പലരുണ്ട്. പലതുള്ളി പെരുവെള്ളം പോൽ പലമാതിരി കഥകൾ പറയാൻ പുഞ്ചിരി തൂകും